ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. രാസബന്ധനം എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ മോളിക്യൂൾസ് ദ ആറ്റംസ് ആർ ഹെൽഡ് ടുഗദർ ബൈ കെമിക്കൽ ബോണ്ട്സ്. നമ്മുടെ ചുറ്റിനുമുള്ള തന്മാത്രകളിലും സംയുക്തങ്ങളിലൊക്കെ ആറ്റംസ് കൂടിച്ചേർന്നിരിക്കാൻ കാരണം കെമിക്കൽ ബോണ്ടാണ്. കെമിക്കൽ ബോണ്ട് ആറ്റത്തിൻ്റെ തമ്മിലുള്ള കെമിക്കൽ ബോണ്ട് വഴിയാണ് ഒരു മോളിക്യൂൾസിൽ ആറ്റംസൊക്കെ കൂടിച്ചേർന്ന് നിൽക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മളൊരു കെമിക്കൽ ബോണ്ടിനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ കെമിക്കൽ ബോണ്ട് മേ ബി ഡിഫൈൻഡ് ആസ് എ ഫോഴ്സ് വിച്ച് ഹോൾഡ് ദി ആറ്റം ടുഗദർ ഇൻ എ മോളിക്യൂൾ. അതായത് ഈ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സ് എന്തിനുള്ള ഫോഴ്സാണ്? ഒരു മോളിക്യൂൾസിലെ ആറ്റത്തിനെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ബോണ്ട്. ഓക്കെ, ഇൻ വാട്ടർ മോളിക്യൂൾ 2 ഹൈഡ്രജൻ ആറ്റം കമ്പൈൻഡ് വിത്ത് 1 ഓക്സിജൻ ആറ്റം ബൈ കെമിക്കൽ ബോണ്ടിങ്. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വാട്ടർ മോളിക്യൂൾ എടുക്കുക. വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജനും ഒരു ഓക്സിജൻ മോളിക്യൂളാണ് ഉള്ളത്. ഇതിങ്ങനെ വെറുതെ ഒരു ബന്ധമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുമോ? ഇല്ല. ഇത് പരസ്പരം കൂടിച്ചേർന്ന് നിൽക്കണം, അല്ലേ? ഇവയെ കൂട്ടിച്ചേർത്തുന്ന ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ബോണ്ട്. അപ്പോൾ വാട്ടർ മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും ചേർത്ത് നിർത്തുന്ന ആരാണ്? ആ കെമിക്കൽ ബോണ്ടാണ്. അതൊരു ഫോഴ്സാണ്. ആ ഫോഴ്സാണ് ആറ്റത്തിനെ എന്ത് ചെയ്യുന്നത്? കൂട്ടിച്ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ നമ്മൾ കെമിക്കൽ ബോണ്ടുകളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് ഒക്റ്ററ്റ് റൂള്. അപ്പോൾ ഒക്റ്ററ്റ് റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനേർട്ട് ഗ്യാസ് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ ബോണ്ട് ഫോർമേഷൻ ബിക്കോസ് ദേ ആർ സ്റ്റേബിൾ, ദാറ്റ് ഈസ് ബാലൻസ് ഷെൽ കണ്ടെയ്ൻസ് 8 ഇലക്ട്രോൺസ്. ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. 18 ഗ്രൂപ്പുകളുണ്ട് പീരിയോഡിക് ടേബിളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനേർട്ട് ഗ്യാസ്. മലയാളത്തിൽ നിങ്ങൾ അലസവാതകങ്ങൾ, നിഷ്ക്രിയവാതകങ്ങൾ, ഉത്കൃഷ്ട മൂലകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇംഗ്ലീഷാണ് ഇനേർട്ട് ഗ്യാസ്. ഈ ഇനേർട്ട് ഗ്യാസായിട്ടുള്ള എലമെൻറ്റ്സ് ഒരിക്കലും കെമിക്കൽ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞത്. കെമിക്കൽ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് മോളിക്യൂൾസ് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിൻ്റെ വാലൻസ് ഷെല്ലിൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വാലൻസ് ഷെല്ലിൽ ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടായാൽ മാത്രമേ ആറ്റത്തിന് സ്ഥിരത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സ്ഥിരത ഇല്ലാത്തൊരവസ്ഥയിൽ അതിന് സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്, വേറൊരു ആറ്റുമായിട്ട് അത് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇനേർട്ട് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഓൾറെഡി അവർക്ക് സ്ഥിരത, സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഓൾറെഡി അവരുടെ ബാഹ്യതമ ഷെല്ലിൽ, വാലൻസ് ഷെല്ലിൽ, പുറമേയുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്തിൽ പങ്കെടുക്കില്ല? കെമിക്കൽ ബോണ്ടിൽ പങ്കെടുക്കില്ല. ഓൾറെഡി സ്ഥിരത ഉള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ അവരിനി സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഒക്റ്ററ്റ് റൂളിൻ്റെ ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ആറ്റം ഓഫ് അതർ എലമെൻറ്റ്സ് ഹാവ് എ ടെൻഡൻസി ടു അക്വയർ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ബൈ ലോസിങ് ഓർ ഗെയിനിങ് ഓർ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ബാക്കിയുള്ള, ഇപ്പോൾ ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ബാക്കിയുള്ള മൂലകങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ ഇനേർട്ട് ഗ്യാസിനെ പോലെ സ്ഥിരതയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കെമിക്കൽ ബോണ്ടിങ്ങിൽ അത് പങ്കെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? ചിലപ്പോൾ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയായിരിക്കും, ചിലപ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയായിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും? പങ്കുവയ്ക്കുമായിരിക്കും ഇലക്ട്രോണിനെ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെപ്പോഴും സ്ഥിരത കൈവരിക്കാൻ, ഇനേർട്ട് ഗ്യാസിനെ പോലെ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്നാണ്. ആ ടേം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് എ ആറ്റം ഇൻ എ മോളിക്യൂൾ ടു അട്രാക്ട് ദി ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇതൊരു ആറ്റത്തിൻ്റെ കഴിവാണ്. ആ കഴിവ് എന്തിനുള്ള കഴിവാണ്? ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവിനെ, ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. ഇലക്ട്രോണാണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം എന്ന് പറയുന്നത് ഫ്ലൂറിനാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്തും പഠിക്കണം? ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്താണെന്ന് പഠിക്കണം, അല്ലേ? ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ആറ്റം ഇൻ എ മോളിക്യൂൾ ടു ഡൊണേറ്റ് ദ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. ഇലക്ട്രോണിനെ
വിട്ടുകൊടുക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോപോസിറ്റിവിറ്റി. ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവ് ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ളത് ഇലക്ട്രോപോസിറ്റിവിറ്റി. ഇനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബോണ്ട്. ബോണ്ടിങ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എത്ര തരം ബോണ്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. 4 തരം ബോണ്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ 4 തരത്തിൻ്റെ ബോണ്ടുകളുടെ പേര് ഞാനൊന്ന് വായിക്കാം. അയോണിക് ബോണ്ട്, കോവാലൻ്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്. അയോണിക് ബോണ്ട്, കോവാലൻ്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്. ഈ 4 എണ്ണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഓരോന്നും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് അയോണിക് ബോണ്ടിങ് എന്താണെന്ന് നോക്കാം. Ionic bond is formed by transfer of one or more electrons from one to another. അയോണിക് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നോ അതിലധികമോ ഇലക്ട്രോൺസ് കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ ഫോം ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ടിനെ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, അയോണിക് ബോണ്ട് ഈസ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ചാർജ്ഡ് അയോൺ. ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസുകൾ തമ്മിലുള്ള ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അയോണിക് ബോണ്ട് എന്നും പറയാം. 2 രീതിയിലും പറയാം. അയോണിക് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് വൺ ഓർ മോർ ഇലക്ട്രോൺസ്. ഒന്നോ അതിലധികമോ ഇലക്ട്രോൺസ് കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ ഫോം ചെയ്യുന്നതാണ് അയോണിക് ബോണ്ട് എന്ന് പറയാം. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അയോണിക് ബോണ്ട് എന്നും പറയാം. 2 രീതിയിലും പറയാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് അയോണിക് ബോണ്ട് ഫോം ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് NaCl. NaCl എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ്, ഒരു സംയുക്തമാണ്. അതിൽ Na-യും Cl-ഉം ആണ് അടങ്ങിയിരിക്കുന്നത്. സോഡിയവും ക്ലോറിനുമാണ് അടങ്ങിയിരിക്കുന്നത്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ്. സാധാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതുന്നത്, 1s 2s വെച്ചിട്ടുള്ളതല്ല. സാധാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ സോഡിയത്തിൻ്റെത് 2, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, 8 2 10, ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ, 11 ഇലക്ട്രോണുകൾ ഉണ്ടായി. ക്ലോറിന്റെ കേസ് എഴുതുമ്പോൾ 2 8 7 അല്ലെ, 2 8 7 എന്നാണ് വരിക. ഇവിടെ നോക്കൂ, ഇതിന്റെ 2ന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, സോഡിയത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. ക്ലോറിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ വേണം. നമ്മൾ ഒക്ടറ്റ് റൂൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ് എന്നുണ്ടെങ്കിൽ സ്ഥിരത ഉണ്ടാവും എന്ന്, അല്ലെ? അപ്പൊ സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവണമെന്നുണ്ടെങ്കിൽ 7 ഇലക്ട്രോണിനെ കൂടി കിട്ടണം. അതേപോലെ ക്ലോറിനെ സംബന്ധിച്ചിട്ട് ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവണമെന്നുണ്ടെങ്കിൽ 1 ഇലക്ട്രോണിനെ കിട്ടണം, അല്ലെ? ഇങ്ങനെയുള്ളത് വരുമ്പോഴാണ് ഇവ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഫോം ചെയ്യുന്നത്? കെമിക്കൽ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്. അപ്പോ ഈ സോഡിയത്തിന് ഇലക്ട്രോണിന്റെ ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ക്ലോറിനും ഇലക്ട്രോണിന്റെ ആവശ്യമുണ്ട്. ഇവിടെ നോക്കൂ, സോഡിയത്തിന് 7 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് ആ ലാസ്റ്റ് ഷെല്ലിലെ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ബാക്കിയുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺ അല്ലേ, ഇപ്പൊ സ്ഥിരത കൈവരിക്കില്ലേ? അതേപോലെ ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം 1 ഇലക്ട്രോൺ സ്വീകരിക്കുന്നതാണ് നല്ലത്. 7 എണ്ണത്തിനെ വിട്ടുകൊടുക്കുന്നതിനേക്കാൾ നല്ലത് 1 എണ്ണത്തിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്ലോറിൻ അന്വേഷിക്കുക 1 ഇലക്ട്രോണിനെ എവിടെ നിന്ന് കിട്ടും എന്നാണ്. അപ്പൊ അതേപോലെ തന്നെ സോഡിയം അന്വേഷിക്കുന്നത് 1 ഇലക്ട്രോണിനെ ആർക്ക് വിട്ടുകൊടുക്കാം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇവര് ഒരുമിച്ച് വരുമ്പോൾ NaCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. NaCl എന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ സോഡിയത്തിന്റെയാണ് ഈ വരച്ച് കാണിച്ചിരിക്കുന്നത്, കണ്ടോ? സോഡിയത്തിന്റെ ഇലക്ട്രോണുകളെ ഓരോ ഷെല്ലിലായിട്ട്, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തേൽ 8 ഇലക്ട്രോൺ, ലാസ്റ്റത്തേൽ 1 ഇലക്ട്രോൺ. അതേപോലെ ക്ലോറിന്റെ 2 ഇലക്ട്രോൺ, 8 ഇലക്ട്രോൺ, 7 ഇലക്ട്രോൺ. അവിടെ വരുമ്പോൾ ഈ സോഡിയം എന്ത് ചെയ്യും? സോഡിയത്തിന്റെ ലാസ്റ്റ് ഷെല്ലിലെ 1 ഇലക്ട്രോണിനെ ക്ലോറിന് വിട്ടുകൊടുക്കും. അപ്പൊ നോക്കൂ, സോഡിയത്തിന്റെ 1 ഇലക്ട്രോൺ പോയി. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാവും? 2 8 എന്നാവും. 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അപ്പൊ ക്ലോറിൻ ആ വിട്ടുകൊടുത്ത ഇലക്ട്രോണിനെ ക്ലോറിൻ സ്വീകരിക്കുമ്പോൾ ആ 7 എന്നുള്ളത് എന്തായിട്ട് മാറും? 8 ആയിട്ട് മാറും. ഇപ്പൊ രണ്ടാളുടെയും ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയി? 8 ഇലക്ട്രോൺ ആയി. രണ്ടാളും സ്ഥിരത കൈവരിച്ചു. അതുവഴി എന്ത് ഫോം ചെയ്തു?
കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തു. അവിടെ ഒരു ഇലക്ട്രോണിനെ അവർ പരസ്പരം കൈമാറ്റം ചെയ്തു അല്ലെ. സോഡിയത്തിന്റെ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്തതോടുകൂടി അവിടെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തു. അങ്ങനെ ഇലക്ട്രോണിനെ കൈമാറ്റം ചെയ്യപ്പെട്ടതിലൂടെ അവിടെ അയോണിക് ബോണ്ട് ഫോം ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോണിക് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെ NaCl എന്ന് പറയുന്ന സംയുക്തം ഉണ്ടാകുന്നു. ക്ലിയർ ആയോ? എങ്ങനെയാണ് അത് ഉണ്ടായത് എന്നുള്ളത് ക്ലിയർ ആവണം. ക്ലിയർ ആയില്ലേ? ഇനി ഒരു കാര്യം കൂടി ജസ്റ്റ് നിങ്ങൾ സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ സോഡിയം എന്താ ചെയ്തത്? Na ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അല്ലെ. സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളിനെ നമ്മൾ പോസിറ്റീവ് ചാർജ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ Na എന്തായിട്ട് മാറും? Na+ ആയിട്ട് മാറും. നമ്മൾ സ്വീകരിക്കുന്നത് ക്ലോറിൻ അവിടെ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ക്ലോറിനെ എന്താക്കി എഴുതും? മൈനസ് ആക്കിയിട്ട് എഴുതും. Cl- ആക്കിയിട്ട് എഴുതും. ഇപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് NaCl ഉണ്ടായത് എന്നുള്ളത്. ആ പിക്ചർ വരച്ച് അത് കാണിച്ചു കൊടുത്താൽ മതി. എക്സാമിന് ചോദിക്കും NaClന്റെ ഫോർമേഷൻ. ഇനി വേറൊരു എക്സാമ്പിൾ MgO എന്ന് പറയുന്ന ഒരു സംയുക്തമാണ്. Mg എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. ഓക്സിജൻ 8 ആണ്. അപ്പൊ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 2 എന്നാണ് വരിക. 12 അല്ലേ? 8 2 10, 10 2 12. ഓക്സിജന്റെ 6 ആണ്. അപ്പൊ 2, 6 എന്നുള്ളതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇവിടെ Mgയുടെ ലാസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. അതേപോലെ ഓക്സിജന്റെ ലാസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. അപ്പൊ എന്ത് വേണം? Mg എന്ത് ചെയ്യും? ആ 2 ഇലക്ട്രോണിനെ അങ്ങ് വിട്ടുകൊടുക്കും. വിട്ടുകൊടുത്താൽ സ്വീകരിക്കാൻ ഓക്സിജൻ റെഡിയാണ്. കാരണം ഓക്സിജന് 2 ഇലക്ട്രോണിന് ആവശ്യമുണ്ട്. 8 ഇലക്ട്രോൺ ആവണ്ടേ ലാസ്റ്റ് ഷെല്ലില്. അപ്പോ Mgയിലെ ലാസ്റ്റ് ഷെല്ലിലെ 2 ഇലക്ട്രോൺ ഓക്സിജനിലേക്ക് വരും. അപ്പൊ എങ്ങനെ വരും? ട്രാൻസ്ഫർ കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? Mg 2, 8 ആയിട്ട് മാറും. ഓക്സിജൻ 2, 8 ആയിട്ട് മാറും. രണ്ടാളുടെയും ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി. രണ്ടാളും സ്ഥിരത കൈവരിച്ചു. കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തു. MgO എന്ന് പറയുന്ന സംയുക്തം ഫോം ചെയ്തു. ഇവിടെയും ഇലക്ട്രോണിന്റെ കൈമാറ്റമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അതെന്ത് ബോണ്ടാണ്? അയോണിക് ബോണ്ടാണ്. ഇലക്ട്രോണിനെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാകുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് അയോണിക് ബോണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ടൈപ്പ് ബോണ്ട് കോവാലന്റ് ബോണ്ടാണ്. അപ്പൊ കോവാലന്റ് ബോണ്ട് എന്താണെന്ന് നോക്കാം. എ കോവാലന്റ് ബോണ്ട് ഈസ് എ കെമിക്കൽ ബോണ്ട് ദാറ്റ് ഇൻവോൾവ്സ് ദി ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ പെയർസ് ബിറ്റ്വീൻ ആറ്റംസ്. അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് ഒരാൾ വിട്ടുകൊടുക്കുക, ഒരാൾ സ്വീകരിക്കുക അല്ലെ. അങ്ങനത്തെ ഉള്ളൊരു ബോണ്ടായിരുന്നു അയോണിക് ബോണ്ട്. കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ വിട്ടുകൊടുക്കലും സ്വീകരിക്കലും ഒന്നുമില്ല. 2 ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോൺസിനെ അങ്ങ് പങ്കുവെക്കും. ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു തരം ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. അയോണിക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. പക്ഷെ കോവാലന്റ് ബോണ്ടിൽ ഷെയറിംഗ് ആണ്, പങ്കുവെക്കലാണ് നടക്കുക. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ പെയർസ് ബിറ്റ്വീൻ ആറ്റം. ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുക, പങ്കുവെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ 3 ടൈപ്പ് ബോണ്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കോവാലന്റ് ബോണ്ടിൽ. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. 3ഉം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. സിംഗിൾ ബോണ്ടിന് എക്സാമ്പിൾ വരുന്നത് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂളാണ്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ H2 മോളിക്യൂളാണ്. ഇപ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ടാവും. H2 എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ടാവും. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ഒരൊറ്റ ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് സ്ഥിരത ഉണ്ടാവും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? വേറൊരു ഹൈഡ്രജനും കൂടി വരും. ഇങ്ങനെ 2 ഹൈഡ്രജനും കൂടി വന്നിട്ട് അവരവരുടെ ഇലക്ട്രോൺസിനെ 2 ആളും കൂടി പങ്കുവയ്ക്കും. ഇപ്പോൾ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം 8 എണ്ണം വേണ്ട, 2 ഇലക്ട്രോൺ മതി സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ആളും കൂടി അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ അങ്ങ് പങ്കുവയ്ക്കും. അപ്പോൾ സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. ഒരു ഇലക്ട്രോണിനെയാണ് 2 ആളും പങ്കുവയ്ക്കുന്നത് അല്ലേ. ഫസ്റ്റ് ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ പങ്കുവയ്ക്കുന്നു, രണ്ടാമത്തെ ആളും ഒരു ഇലക്ട്രോണിനെ പങ്കുവയ്ക്കുന്നു. അവിടെ ഓരോ ഇലക്ട്രോൺ വീതമാണ് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഓരോ ഇലക്ട്രോൺ വീതം പങ്കുവെച്ചുണ്ടാകുന്ന ബോണ്ടിനെ നമ്മൾ സിംഗിൾ ബോണ്ട് എന്ന് പറയാം. സിംഗിൾ എന്ന് പറഞ്ഞാൽ 1 എന്നാണ് അർത്ഥം. ഒരൊറ്റ ഇലക്ട്രോണിനെ പരസ്പരം പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് സിംഗിൾ ബോണ്ടാണ് കേട്ടോ. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് ഓക്സിജൻ മോളിക്യൂളാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒറ്റ ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ 8 ആണ് അല്ലേ. അപ്പോൾ 2, 6 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. എങ്ങനെയാണ് വരിക? 2, 6 എന്നുള്ളതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പോൾ സ്ഥിരത ഇല്ല. അപ്പോൾ വേറൊരു ഓക്സിജൻ മോളിക്യൂളും കൂടി വരും. 2 പേരും കൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ 2 പേരും കൂടി എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ വീതം പങ്കുവയ്ക്കും. എങ്ങനെ പങ്കുവയ്ക്കും?
2 ഇലക്ട്രോണിനെ വീതം പങ്കുവയ്ക്കും. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഡബിൾ ബോണ്ട്. 2 ഇലക്ട്രോണിനെ വീതം പങ്കുവെച്ച് കഴിഞ്ഞാൽ അതെന്തായി? ഡബിൾ ബോണ്ടായി മാറി. എന്തായി മാറി? ഡബിൾ ബോണ്ടായിട്ട് മാറി. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്, ഡബിൾ ബോണ്ട്. ഇനി നൈട്രജൻ മോളിക്യൂളാണ് വേറൊരു എക്സാമ്പിൾ പറയുന്നത്, ട്രിപ്പിൾ ബോണ്ടായിട്ട് പറയുന്നത്. നൈട്രജൻ്റേത് 7 അറ്റോമിക് നമ്പർ. അപ്പോൾ 2, 5 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പോൾ എന്ത് ചെയ്യും? 2 നൈട്രജനും കൂടി അടുത്ത് വന്നിട്ട് 3 ഇലക്ട്രോണിനെ വീതം പങ്കുവയ്ക്കും. 2, 5 എന്നാണ് അല്ലേ? 2, 5 എന്ന് പറയുമ്പോൾ അതിന് ഇനി എത്രൻ്റെ ഷോർട്ടേജ് ഉണ്ട്? 8 ആവണമെന്നുണ്ടെങ്കിൽ 3ൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ പരസ്പരം 3 ഇലക്ട്രോണിനെ വീതം അവർ പങ്കുവെച്ചിട്ട് എന്തായിട്ട് മാറും? ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. എന്ത് ബോണ്ട് ഫോം ചെയ്യും? ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. ഇനി മൂന്നാമത്തെ ടൈപ്പ് ബോണ്ടാണ് കോർഡിനേറ്റ് ബോണ്ട്. എന്താണ്? കോർഡിനേറ്റ് ബോണ്ട്. അയോണിക് ബോണ്ട് ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ്. കോവാലന്റ് ബോണ്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുമ്പോഴുള്ളതാണ്. അവിടെ 2 പേരും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. അവിടെ വരുന്ന 2 ആറ്റവും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യായിരുന്നു. മൂന്നാമത്തേത് കോർഡിനേറ്റ് ബോണ്ടാണ്. കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് 1 പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു പെയറിനെ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നതിനെയാണ് കോർഡിനേറ്റ് ബോണ്ട്. The atom that gives a pair of electron is called donor. Atom that accept the pair of electron is called acceptor. കോർഡിനേറ്റ് ബോണ്ടിൽ ഷെയറിങ് തന്നെയാണ് നടക്കുന്നത്, പങ്കുവയ്ക്കൽ തന്നെയാണ് നടക്കുന്നത്. അവിടെ പക്ഷെ ഒരാൾ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. ഒരാൾ മാത്രം ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. മറ്റാൾ ഇലക്ട്രോണിനെ ഇലക്ട്രോൺ പെയറിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേതിൽ എങ്ങനെയായിരുന്നു? 2 പേരും ഈക്വലായിട്ട് ഷെയർ ചെയ്തിരുന്നു. ഇവിടെ ഈക്വൽ ഷെയറിംഗ് ഇല്ല. ഇവിടെ ഒരാൾ ഇലക്ട്രോൺ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇലക്ട്രോണിനെ മറ്റതിനും കൂടി കൊടുക്കും. പക്ഷെ മറ്റാൾ തിരിച്ച് ഷെയർ ചെയ്യോ? ഇല്ല. അതാണ് വ്യത്യാസം. കോവാലൻറ്റിൽ 2 പേരും ഷെയർ ചെയ്യായിരുന്നു, 2 പേരും അതിന് തയ്യാറായിരുന്നു. പക്ഷേ ഇവിടെ ഒരാൾ മാത്രം തൻ്റെ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോണർ. ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്ന ആൾ ഡോണറാണ്. ആ ഷെയറിങ് സ്വീകരിക്കുന്ന ആൾ, ആ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആൾ ആക്സെപ്റ്ററുമാണ്. അതിന് എക്സാമ്പിളായിട്ട് NH3 BF3 ആണ് പറയാനുള്ളത്. NH3 എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ, തൻ്റെ കയ്യിലുള്ള 2 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാണ്. പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണില്ല. അയോണിക് ബോണ്ടിൽ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുകയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? പൂർണ്ണമായിട്ടും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കണില്ല, ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. NH3-ലെ Nൻ്റെ നേരെയുള്ള 2 ഇലക്ട്രോൺസിനെ BF3-ലേക്ക് കൊടുക്കുന്നതാണ് ആരോ മാർക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ആരോ മാർക്ക് എന്ന് പറയുമ്പോൾ Nലുള്ള 2 കൊടുത്തിരിക്കുകയാണ്. ക്ലിയർ ആയോ? അവിടെ BF3-ൽ 2 ഇലക്ട്രോണിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ആ 2 ഇലക്ട്രോണിനെ അങ്ങ് കൊടുക്കുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്നില്ല. അത് NH3-ക്കും കൂടി അവകാശപ്പെട്ടതാണ്. അതാണ് വ്യത്യാസം. അയോണിക് ബോണ്ടിൽ പൂർണ്ണമായിട്ടും ഒരാൾ വിട്ടുകൊടുത്തിരുന്നു. പക്ഷെ ഇവിടെ ഷെയറിംഗ് ആണ് നടക്കുന്നത്. അതാണ് വ്യത്യാസം. ആ പിക്ചർ നല്ലോണം നോക്കുക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ലാസ്റ്റ് ടൈപ്പ് ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അത് ഏറ്റവും എളുപ്പമുള്ളതാണ്. ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ വീക്ക് ബോണ്ടിങ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. ഇതൊരു വളരെ വീക്കായിട്ടുള്ളൊരു ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. എന്തൊക്കെ തമ്മിലുള്ളതാണ്? ഹൈഡ്രജനും ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റവും തമ്മിലുള്ള ബോണ്ടാണ് എന്ത്? ഹൈഡ്രജൻ ബോണ്ടിങ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് കാണിക്കുക. ഇതാണ് നമ്മൾ പിക്ചറിൽ കാണുന്നത്. ഡോട്ടഡ് ലൈനായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ H2O മോളിക്യൂളാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അതിൽ കുറേ H2O മോളിക്യൂൾ അടുത്തടുത്ത് വരും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഒരു വീക്ക് ബോണ്ടിങ് ഉണ്ടാവും. അതാണ് അവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഡോട്ടഡ് ലൈൻസ് ആയിട്ട്. അതേപോലെ തന്നെ HF മോളിക്യൂൾ ഉണ്ട്. അതിൽ കുറേ HF മോളിക്യൂൾസ് അടുത്ത് വരുമ്പോൾ ഒരു മോളിക്യൂളിലെ Hഉം മറ്റേ മോളിക്യൂളിലെ Fഉം തമ്മിൽ ഒരു വീക്ക് ബോണ്ടിങ് ഉണ്ടാവും. നൈട്രജനും ഫ്ലോറിനും തമ്മിലൊരു വീക്ക് ബോണ്ടിങ് ഉണ്ടാവും. അതാണ് നമ്മൾ ഡോട്ടഡ് ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. ആ പിക്ചർ മാത്രം വരച്ച് വെച്ചാൽ മതി. ഇത്രയാണ് ബോണ്ടിങ്ങിനെ പറ്റി പറയാനുള്ളത്. 4 ടൈപ്പ് ബോണ്ടിങ്ങും നന്നായിട്ട് പഠിക്കണം. അപ്പോൾ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.